നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആയുർവേദത്തിൽ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അനുപമ കൃഷ്ണൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, ഈ മോഡേൺ മെഡിസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആയുർവേദത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ആയുർവേദം നമ്മളുടെ ഇൻഡിജിനസ് സയൻസാണ്. ആയുർവേദം എന്ന് പറയുന്നത് സയൻസ് ഓഫ് ലൈഫാണ്. അപ്പോൾ ഒരു ജീവിതം ആരോഗ്യത്തോടെ പരിപൂർണ വളർച്ചയോടെ എങ്ങനെ ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും കൊണ്ടുപോകാം, അതിനാവശ്യമുള്ളതെല്ലാം ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെ കൂടുതലാകുന്നത്. കാരണം അതിനൊരു ജീവനുണ്ട്. അപ്പോൾ ഈ ജീവനുള്ളൊരു ശാസ്ത്രത്തിന് സ്വസ്ഥവൃത്തം എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. പക്ഷേ എങ്ങനെ സ്വാസ്ഥ്യം നിലനിർത്താം, ആരോഗ്യ സംരക്ഷണത്തിന് ശേഷമാണ് ചികിത്സയെക്കുറിച്ച് ആയുർവേദം യഥാർത്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ കൂടുതൽ പോപ്പുലറായിരിക്കുന്നത് ചികിത്സയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അടിത്തറ ഉറപ്പിച്ചിട്ടാണ് ചികിത്സയിലേക്ക് ആയുർവേദം പോകുന്നത്. ഒരു ആരോഗ്യപരമായ വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യമുള്ളൊരു മനസ്സ്, ആരോഗ്യമുള്ളൊരു ശരീരം, അദ്ദേഹത്തിന് ആരോഗ്യമുള്ളൊരു കുടുംബം ഉണ്ടാകണം, ആരോഗ്യമുള്ള ചുറ്റുപാടും ഉണ്ടാവണം. അക്കോർഡിംഗ് ടു WHO സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ്, നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ്. രോഗമില്ലായ്മയല്ല ആരോഗ്യം. അപ്പോൾ ശാരീരികവും മാനസികവും സാമാജികവും ആധ്യാത്മികവുമായ ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഹാപ്പി ആൻഡ് ഹെൽത്തി ആകുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ഉണ്ട്, ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ഉണ്ട്. ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ, നമ്മളുടെ അകത്തുള്ള കാര്യങ്ങൾ. ഈ പ്രിമിറ്റീവായ അമീബ മുതൽ ഇവോൾവായ ഹ്യൂമൻ ബീയിങ്ങിന് വരെ ജീവിക്കണം എന്നൊരാഗ്രഹമാണ്, ഒരു വൈറ്റൽ എനർജി ഉണ്ട് നമ്മൾ. അപ്പോൾ അതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതിനെ എങ്ങനെ നമുക്ക് ഫലഭൂയിഷ്ടപ്പെടുത്താക്കാം എന്നുള്ളതാണ് ആയുർവേദം ചെയ്യുന്നത്. കാരണം ബാഹ്യമായിട്ടുള്ള ലോകത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, പുതിയ പുതിയ രോഗങ്ങളുണ്ടാവും, പുതിയ പുതിയ വൈറസ്, ബാക്ടീരിയ, കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതിനെയൊക്കെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളുടെ ക്ഷമത കൂടുതലായിരിക്കണം, ആരോഗ്യബലം കൂടുതലായിരിക്കണം. അതിനെയാണ് നമ്മൾ ആയുർവേദത്തിൽ വ്യാധിക്ഷമത്വം എന്ന് പറയും. രോഗം ഉണ്ടാവാതിരിക്കാനും അഥവാ ഉണ്ടായാൽ അതിന് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള കഴിവ് നമ്മളെ ശരീരം തന്നെ കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ ഒരു വ്യക്തി ആരോഗ്യവാനാണെന്ന് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ആരോഗ്യം നമ്മളെ കോസ്മെറ്റിക് ഹെൽത്താണ്, ഒരു കോസ്മിക് ഹെൽത്ത് അല്ല. നമ്മൾ വിചാരിക്കുന്നത് വി ആർ ഓൾ ഹെൽത്തി, നമ്മൾ പുറമേ ഉള്ള ഹെൽത്ത് കോൺഷ്യസ്നെസ് ഒരുപാട് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഈ ഹെൽത്ത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രമല്ല, ഇൻറ്റേർണൽ ഒരു ഹെൽത്ത് ഉണ്ട്. അതിന് നമ്മൾ ഇമോഷണലിയും മെൻ്റലിയും ഒക്കെ ഹെൽത്തി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആയുർവേദത്തിൽ ഒരു എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ. അതുകൊണ്ടാണ് ഈ സത്വൃത്തം എന്ന് പറയും, നല്ല ആചാരങ്ങൾ സൈക്കോ തെറാപ്പിയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. നല്ല ചിന്തകളെ മോൾഡ് ചെയ്തെടുക്കുക. മനുഷ്യ സഹജമായ നെഗറ്റീവ് തോട്ട്സ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനെ എങ്ങനെ ചാനലൈസ് ചെയ്യണം, അത് ആയുർവേദത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ എങ്ങനെയാണ് ആരോഗ്യവാനെന്ന് അറിയുക, നമുക്ക് നല്ല ഡൈജഷൻ ഉണ്ടാവണം, ആഹാരം കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുക, വിശപ്പുണ്ടാവുക, ആ കഴിച്ച ആഹാരം ദഹിക്കുക, ദഹിച്ചതിന് ശേഷം മലമൂത്ര വിസർജനം കൃത്യമായി സംഭവിക്കുക, നല്ല ഉറക്കം ഉണ്ടാവുക, ഒരാളുടെ പ്രായത്തിന് അയാളുടെ ജെൻഡർ അനുസരിച്ച് ഉയരത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടാകുക, സാമാന്യമായി പറയുന്ന ആരോഗ്യ ലക്ഷണങ്ങളാണ്. തൊലിപ്പുറത്തെ സ്കിന്നിന്, തൊലിക്ക് നല്ല ദാർഢ്യം ഉണ്ടാവുക, കംപ്ലക്ഷൻ ഉണ്ടാവുക, പിന്നെ വെയിൽ, തണുപ്പ്, വിശപ്പ്, ദാഹം, ഒരു പരിധി വരെ ഇതിലൊന്നും കുഴഞ്ഞു വീഴാതെ പിടിച്ചു നിൽക്കാൻ പറ്റുക. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ശാരീരിക ആരോഗ്യം ഏകദേശം ഉണ്ടെന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് മാനസികാരോഗ്യം. യു ഷുഡ് നോട്ട് ബി അറ്റ് വാർ വിത്ത് യുവർ സെൽഫ്. നമുക്ക് തന്നെയുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമല്ലോ, അത് ഒരു പരിധിക്കപ്പുറം പോകാൻ പാടില്ല. ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവുക, സോഷ്യൽ ലൈഫിനോടുള്ളൊരു പ്രതിബദ്ധത ഉണ്ടാകുക, ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഏകദേശമാണെന്ന് നമുക്കൊരു ധാരണയിലെത്താം. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ സംസാരിക്കുന്ന ഒരു ബ്രോഡായിട്ടൊരു ഏരിയയിൽ നിന്നുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഒരു പാർട്ടാണെന്നൊരു ഫീലിങ്ങും, ഒറ്റയ്ക്ക് നമുക്ക് ഹെൽത്തി ആവാൻ പറ്റത്തില്ല. യു നീഡ് അതേഴ്സ് അറൗണ്ട് യു. അപ്പോൾ സാമൂഹിക ബോധം എന്നൊരു കാഴ്ചപ്പാട് അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഞാനെന്നുള്ള ഒറ്റ വ്യക്തി വിചാരിച്ചാൽ ഹെൽത്തി ആകാൻ പറ്റത്തില്ല. ഐ നീഡ് ദ സപ്പോർട്ട് ഓഫ് അതേഴ്സ് ഓൾസോ. അപ്പോൾ അതേപോലെ കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവണം. ഈ സാമൂഹിക ബോധം ഒരു ഹെൽത്തിൻ്റെ പാരാമീറ്റർ ആണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയധികം നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മറ്റൊരാൾക്കും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നെന്ന് തോന്നുന്നതും ഒരു ആരോഗ്യ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ. പിന്നെ ഉള്ളതാണ് സ്പിരിച്വൽ. അത് WHO സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ ലേറ്റായിട്ടാണ് ആഡ് ചെയ്തത്. പക്ഷേ ആയുർവേദത്തിൽ വളരെ നേരത്തെ തന്നെ ഉള്ളതാണ് ആധ്യാത്മികമായൊരു കമ്പോണൻറ്റ്. ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ഈ ലക്ഷ്യം, എന്താണ് ഒരു ബോധം, ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മളൊരു ഹെൽത്ത് പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പുതിയതായൊരു ഘടകം ഇപ്പോൾ ഉള്ളത് വൊക്കേഷണൽ ഹെൽത്ത് എന്ന് പറയും. നമ്മൾ ജോലി സ്ഥലത്തെ ആരോഗ്യം. നമ്മൾ 8 മണിക്കൂർ കൂടുതൽ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില ആരോഗ്യ ഘടകങ്ങളുണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്താം. നമ്മൾ ഫുൾ വീട്ടിലല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നത് പുറത്താണ്. അത് നമ്മൾ ലൈഫിൻ്റെ വലിയ കമ്പോണൻ്റാണ്. നമ്മൾ ഇരിക്കുന്ന സീറ്റ് മുതൽ നമ്മൾ അടുത്ത് സംസാരിക്കുന്ന കൊളീഗ് വരെ നമ്മളെ ബാധിക്കുന്നുണ്ട്. സോ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ നമ്മൾ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. ആയുർവേദം ഇതിനൊക്കെ തന്നെ ഓരോ സ്പെക്യുലേഷൻസ് ഉണ്ട്. എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്ന ഘടകമാണ് സ്വസ്ഥവൃത്തം എന്ന് പറയുക. ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് വൈയക്തികവും സാമാജികവും, പേഴ്സണലും കമ്മ്യൂണിറ്റി ഹെൽത്തും ഒരു ബ്രോഡ് ഏരിയ ആണ്. കുറച്ചും കൂടെ പോപ്പുലറൈസ് ചെയ്യേണ്ട ഏരിയയും കൂടെയാണ്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു ആയുർവേദത്തിൽ സംരക്ഷണമാണ്, ആരോഗ്യം സംരക്ഷിക്കുകയാണ്. ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിന് മുൻപേ ആരോഗ്യം സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഇത് സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയാണ്? ഈ വളരെ ക്യൂരിയസ് ആയൊരു കാര്യമാണ്. കാരണം ഇതൊരു ബേസിക് സയൻസാണ്. അപ്പോൾ അവിടെ ചികിത്സയ്ക്കാണ് ഇമ്പോർട്ടൻസ്. ചികിത്സ എന്ന് പറയുന്നത് രോഗം വന്നതിന് ശേഷമാണ്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. പക്ഷേ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രോഗം വന്നാലേ നമ്മൾ ചികിത്സിക്കത്തുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഗ്ലാമറസും ഫാഷനബിളും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പ്രിവെൻഷൻ ഇപ്പോഴാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. പാശ്ചാത്യ രാജ്യങ്ങൾ അത് ഏറ്റെടുത്തപ്പോഴാണ് ആരോഗ്യത്തിൻ്റെ ഈ സംരക്ഷണ സ്വഭാവത്തെക്കുറിച്ച് അവർ കൂടുതൽ ചർച്ച ചെയ്യുകയും അതിനൊരു ആഗോളപരമായ ഒരു ഇമ്പോർട്ടൻസ് വന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തും അത് പണ്ടുണ്ടായിരുന്നു. പിന്നെ ഇടകാലങ്ങളിൽ വെച്ച് ഇംഗ്ലീഷ് മെഡിസിൻ്റെ തന്നെ അതിപ്രസരം കൊണ്ടും പല പല കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും അത് അടിച്ചമർത്തപ്പെട്ടു. ഇപ്പോൾ തിരിച്ചൊരു ഉണർവിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈയക്തിക സ്വസ്ഥവൃത്തത്തിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഒരു ആയുസ് എന്ന് പറയുന്നത് അനേകം വർഷങ്ങളുടെ ഒരു ശൃംഖലയാണ്. ഒരു വർഷം എന്ന് പറയുമ്പോൾ മാസങ്ങളും, മാസം എന്ന് പറയുമ്പോൾ ദിവസം. അപ്പോൾ ഒരു ദിവസത്തെ ആരോഗ്യത്തെ എങ്ങനെ സമ്പൂർണ്ണമായി പരിപാലിക്കാം, അങ്ങനെയാണ് നമ്മൾ ആയുസ്സിലേക്ക് എത്തുക. അപ്പോൾ ദ സ്മോളസ്റ്റ് യൂണിറ്റ്, ഏറ്റവും ആയുസ്സിൻ്റെ ഏറ്റവും ചെറിയ കണിക വരെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നാണ് പറയപ്പെടുന്നത്. സൂര്യോദയത്തിൻ്റെ 1.5 മണിക്കൂർ മുൻപാണ് ഏകദേശ കണക്ക് പറയുന്നത്. കാരണം ആ സമയത്താണ് നമ്മൾ ഓക്സിജൻ സപ്ലൈ വളരെ കൂടുതൽ, നമ്മൾ ബ്രെയിൻ ഫ്രഷ് ആയിരിക്കും, പഠനത്തിന് ഏറ്റവും അഭികാമ്യമായ സാധനം. പക്ഷേ ഇപ്പോൾ നമ്മൾ തലേ ദിവസത്തെ ആഹാരം കഴിച്ചിട്ട് ദഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അസുഖം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞും ആയാലും മതി. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുക, ടൂത്ത് ബ്രഷിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 നേരം പറയുന്നുണ്ട്. ഇൻ കേസ് ചുമ, പനി, ജലദോഷം, ശിരോരോഗങ്ങൾ, കണ്ണിൻ്റെ രോഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പല്ല് തേക്കേണ്ട കാര്യമില്ല, 12 പ്രാവശ്യം കുലുക്കി തുപ്പിച്ച് കളയാൻ പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് കണ്ണെഴുതൽ. കാരണം കണ്ണിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇന്ദ്രിയമാണ്. 5 ഇന്ദ്രിയങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൂടുതലായി പറയുന്നത് കണ്ണിനാണെങ്കിൽ പ്രത്യേക കെയർ തന്നെ പറയുന്നുണ്ട്. എല്ലാ ദിവസവും കണ്ണെഴുതണം എന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. 2 മൂക്കിലും 2 തുള്ളി അണുതൈലം എല്ലാ ദിവസവും ഇടാവുന്നതാണ്. കവിൾ കൊള്ളുക, ചൂടുവെള്ളമാകാം അല്ലെങ്കിൽ നല്ലെണ്ണ വെച്ച് കവിൾ കൊള്ളുക. അത് ഈ പറയുന്ന പ്രക്രിയകളെല്ലാം തന്നെ നമ്മളുടെ ജത്രൂർത്ഥം, കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗത്താണ് നമ്മളുടെ 4 ഇന്ദ്രിയങ്ങളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സ്കിൻ മാത്രമാണ് ഫുൾ ബോഡി ഉള്ളത്. അപ്പോൾ ഇന്ദ്രിയ ശുദ്ധി, ഇന്ദ്രിയബലമാണ് മെയിനായിട്ട് ദിനചര്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആയുർവേദത്തിൽ ശരീരം എന്നൊരു പാവനമായൊരു ആശയമാണ്. അപ്പോൾ അതിനെ സ്വരക്ഷ കൊണ്ടും ശുചിത്വം കൊണ്ടും എങ്ങനെ നിലനിർത്താം, ഇന്ദ്രിയ ശുദ്ധി എങ്ങനെ വരുത്താം, അതിനുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ 3 പ്രക്രിയകൾ, ഇത്രയും നാൾ പറഞ്ഞ പ്രക്രിയകളെല്ലാം തന്നെ നമ്മൾക്ക് ഇന്ദ്രിയ ബലം കൂട്ടുന്നവയാണ്. നല്ല ശബ്ദം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെപ്പോലെ ആൾക്കാർക്ക്, ഇപ്പോൾ അധ്യാപകരായ ഞങ്ങൾക്കൊക്കെ തന്നെ സംസാരിക്കേണ്ട ആവശ്യം കൂടുതൽ വരും. അങ്ങനെയുള്ളവർ നിർബന്ധമായും
ഈ നസ്യവും കവളവും ചെയ്യേണ്ടതാണ്. കാരണം നല്ല സൗണ്ട് വരിക, വായിക്ക് ടേസ്റ്റ് ഉണ്ടാവുക, ജോ ബോൺസിന് സ്ട്രെങ്ത് കിട്ടുക, പല്ലിന് മോണയ്ക്ക് സ്ട്രെങ്ത് കിട്ടുക. ഇതൊരു ലൈഫ് ലോങ് പ്രൊസീജിയറാണ്, ദിവസവും ചെയ്യാവുന്നതുമുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുന്നത് എണ്ണ തേച്ചുകുളി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ദിനചര്യയെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യും. അപ്പം എണ്ണ തേച്ച് കുളി എല്ലാ ദിവസവും നമുക്ക് എണ്ണ തേച്ച് കുളിക്കാവുന്നതാണ്. അപ്പോൾ ഏത് എണ്ണയാണെന്ന് പലപ്പോഴും ഒരു ചോദ്യം വരാറുണ്ട്. നല്ലെണ്ണയാണ് പറയുക, പക്ഷേ കേരളത്തിൽ അവരവരുടെ ലൊക്കാലിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ തന്നെ, വെളിച്ചെണ്ണ വളരെ നല്ലതായിരിക്കും, കാരണം വിറ്റമിൻ ഇ കൂടുതലായി കിട്ടും, നമുക്ക് ഏറ്റവും അഭികാമ്യമായതാണ്. ഇതിനൊരു പ്രത്യേകത, സെൽഫ് മസാജും ഉണ്ട്, വേറെ ആൾക്കാരായിട്ട് മാസേഴ്സ് ചെയ്തു തരുന്നതുണ്ട്. എല്ലാ ദിവസവും ചെയ്യുന്നത് സെൽഫ് മസാജ് തന്നെയാണ് നല്ലത്. വൺസ് ഇൻ എ വൈൽ പുറത്തുപോയി ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു അഭ്യംഗം എന്ന് നമ്മൾ പറയും, ചെയ്യുന്നത് നല്ലതാണ്. അതിനൊരു പ്രത്യേകത, ഈ എണ്ണ തേക്കുമ്പോൾ സ്കിന്നിലാണത് റബ്ബ് ചെയ്യപ്പെടുന്നത്. എൻ്റെ സർഫസ് ഏരിയ ഓഫ് ദ സ്കിൻ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്, സർക്കുലേഷൻ വളരെ നന്നായിട്ട് കൂടും, ടോക്സിൻ അക്യുമുലേഷൻ കുറയും. നമ്മളെ ബോഡി എപ്പോഴും ഒരു ടോക്സിനെ മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത്. അകാലമായ ജരാനര ഒഴിവാക്കും. സെൻസ് ഓർഗൻസ് 5നും ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ കണ്ണിനും സ്കിന്നിനും കൂടുതലായിട്ട് അഭ്യംഗം കൊണ്ട് ഗുണമുണ്ടാകും. തലയിൽ, ചെവിയിൽ, പാദത്തിൽ എണ്ണ കൃത്യമായി വയ്ക്കുക. ഒരുപാട് യാത്ര ചെയ്യേണ്ട ആൾക്കാർ, നിന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാർ, ഒരുപാട് ഫിസിക്കൽ വർക്ക് കൂടുതലുള്ളവർ നിർബന്ധമായും എല്ലാ ദിവസവും എണ്ണ തേക്കണം. ഇല്ലാത്ത പക്ഷം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കേണ്ടതാണ്. അപ്പോൾ ഈ ലോങ് ടേം ഡിസീസസ് ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള പ്രതിരോധ ശക്തിയാണ് നമുക്കിതുകൊണ്ട് കൂടുന്നത്. ഒരു 10 minutes പെർ ഡേ നമുക്കിതിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറേ രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഉദ്വർത്തനം എന്നൊരു പ്രൊസീജിയറുണ്ട്, പ്രത്യേകിച്ചും കുറച്ച് തടി കൂടുതലുള്ളവർ. ആയുർവേദത്തിൽ ഓരോ ശരീരപ്രകൃതി പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വണ്ണം കൂടുതലുള്ള ആൾക്കാർ, ജന്മനാ തന്നെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ പല രോഗങ്ങൾ കൊണ്ടോ വേറെ കാരണങ്ങൾ കൊണ്ട് കുറച്ച് തടി കൂടുതലുള്ളവർക്ക് ഉദ്വർത്തനം വളരെ നല്ലതാണ്. അത് പൊടി തിരുമലാണ്, പൗഡർ കേട്ടോ, ത്രിഫല ചൂർണ്ണമായാലും മതിയാവും. അപ്പോൾ അത് റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. പൊടി മുകളിലോട്ടായിട്ട് ടോ ടു ഹെഡ് നമ്മൾ മുകളിലോട്ട് എണ്ണയിൽ ഡ്രൈ ആയിട്ട് ചെയ്താൽ, എണ്ണയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഡ്രൈ ആയിട്ട് ചെയ്താൽ മതി. സ്കിന്നിന് നല്ലതാണ്, സർക്കുലേഷൻ കൂടും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാകത്തില്ല. ഇത് നല്ലൊരു പ്രൊസീജിയറാണ്. നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റായി ഇതേ കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യാറുണ്ട്. അത് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ മെഡിസിൻസ് മാറ്റം ഉണ്ടാകും. സ്വസ്ഥനായ ഒരാൾക്കാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അയാളുടെ ബോഡി എന്താണോ സ്വസ്ഥം എന്ന് വെച്ചാൽ അവനവൻ്റെ അവസ്ഥ, അവനവൻ്റെ അവസ്ഥയിൽ എങ്ങനെയാണോ നമ്മൾ കംഫർട്ടബിൾ, എങ്ങനെയാണോ ഹാപ്പി, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് വ്യായാമം. ഒരു വളരെ അധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ വ്യായാമത്തിൽ എക്സസീവ് ആയിട്ടുള്ളൊരു വ്യായാമ പ്രക്രിയ ഇപ്പോൾ വന്നിട്ടുണ്ട്. വ്യായാമത്തെക്കുറിച്ച് തീരെ ബോധമില്ലാത്തൊരു കാലത്തുനിന്ന് ഇപ്പോൾ കുറേ കൂടെ ആൾക്കാർക്ക് അത് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഏത് ടൈപ്പ് ഓഫ് വ്യായാമമാണ് എനിക്ക് നല്ലത്, എല്ലാം എന്നെ കൊണ്ട് പറ്റൂ, എല്ലാവർക്കും എല്ലാ ഫോം ഓഫ് എക്സസൈസും പറ്റത്തില്ല, കമ്പൽസറി ആയിട്ട് ട്രെയിനർ ഉണ്ടാവണം. അപ്പം ഞങ്ങൾ യോഗാസനാസാണ് വ്യായാമത്തിന് ഉപയോഗിക്കുന്നത്. ഇതിൽ ആയുർവേദം നിഷ്കർഷിക്കുന്ന ഒരു കാര്യം, എക്സസീവ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ആവശ്യമില്ല നമുക്ക്. അപ്പം അർത്ഥശക്തി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. അതിൽ നെറ്റിയിൽ, മൂക്കിൽ, കഷം, സന്ധികളിൽ വേർപ്പ് വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ ശക്തി പകുതിയായെന്നർത്ഥം. നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് എക്സസീവാണ്, അത് ആക്ച്വലി ഡേഞ്ചറസ് ആണ് ഇൻ ദ ലോങ് റൺ. പിന്നെ വ്യായാമത്തിന് ശേഷം എണ്ണ തേക്കുകയും കുളിക്കുന്നതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ആ എണ്ണ തേക്കുന്ന സ്വഭാവം ഇല്ല പലപ്പോഴും ആൾക്കാർക്ക് വ്യായാമം കഴിഞ്ഞിട്ട്. സംഭവിക്കുന്ന മസിൽസൊക്കെ കോൺട്രാക്ട് ചെയ്ത് ഹാഫ് കോൺട്രാക്റ്റലായിട്ട് സ്റ്റേജിലിരിക്കും. അത് നല്ലതല്ല. അതുകൊണ്ടാണ് യോഗാസനം ചെയ്യാൻ പറയുന്നത്. ആസനാസ് ആകുമ്പോൾ കോൺട്രാക്ഷനും സ്റ്റിമുലേഷനും റിലാക്സേഷനും
നടത്തിയിരിക്കും. കാരണം എക്സസ് വർക്കൗട്ടല്ല, മോഡറേറ്റ് ആയിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ശരീരത്തിന് ഫെറ്റീഗല്ല അനുഭവപ്പെടുന്നത്. ഒരു ഫെറ്റീഗ്ഡ് ആവുന്ന ക്ഷീണിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരുന്നില്ല. അത് ആയുർവേദത്തെ സംബന്ധിച്ച് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഘടകമാണ്. അത് അധികം പ്രചാരത്തിലില്ല ഇപ്പോൾ. വ്യായാമം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ വർക്കൗട്ട്സും കാലറി ബേൺ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാവുള്ളൂ. എല്ലാത്തിലും ഒരു മോഡറേറ്റ് പാത്ത് എടുക്കണം എന്നാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിരിക്കണം ഇതും. പകുതി മതി, അത് ദിവസവും ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യാം. ഇതിൽ തന്നെ അസുഖമുള്ളവർ, കുഞ്ഞുങ്ങൾ, വയസ്സായവർ, ഗർഭിണികൾ, അവർക്കൊക്കെ അലോക്കേഷൻ ഉണ്ട്. പകലുറക്കം ഉൾപ്പെടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ പകലുറക്കം വേണ്ട എന്നാണ്. ഈ ഒരു കാലം ഗ്രീഷ്മ ഋതു ഇപ്പോൾ മാത്രമാണ് പകലുറക്കം പറയുന്നത്. കാരണം കൺസർവേഷൻ വേണ്ടിയാണ്, എനർജി കൺസർവേഷന് വേണ്ടിയാണ്. സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളൊരു എനർജി ഔട്ട്പുട്ട് നമുക്കുണ്ട്, ഇൻപുട്ടും ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ട രീതിയിൽ ശരീരത്തിനെ നമ്മൾ കാലത്തിനനുസരിച്ച്, ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് രോഗം വന്നാൽ രോഗം മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് കാലം നമ്മൾ ഒരു ഫേസ് ഫോളോ ചെയ്യണം, കൺവാലസെൻറ്റ് ഫേസ്. അതുവരെ വളരെ പഥ്യത്തോടെ വേണം പാലിക്കാൻ. കാരണം ഇല്ലെങ്കിൽ രോഗം പിന്നെയും വരും. ഇതെല്ലാം ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദം പറയുന്നത്. ഇതൊരു ബ്രോഡായിട്ടൊരു ഏരിയ ആണ്, പക്ഷേ കോമൺ ആണ്. ഇതിൽ നമുക്ക് കുറച്ച് അൾട്ടറേഷൻസ് വരുത്താവുന്ന മാത്രം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നമ്മൾ സ്ഥിരമായി ചെയ്യുകയും എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ശ്രദ്ധയിൽ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. വേഗധാരണം നമ്മൾ പറയുന്നതാണ്. വേഗം എന്ന് പറയുമ്പോൾ നാച്ചുറൽ എർജാണ്. അത് ശാരീരികവും മാനസികവുമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വിശപ്പ്, ദാഹം, തുമ്മൽ, കോട്ടുവാവിടുക, ഉറക്കം വരിക, മലമൂത്ര വിസർജനത്തിനുള്ള ഒരു അർജ് തോന്നുക, ഇതൊക്കെ നോർമലി ബോഡിക്ക് ഉണ്ടാവുന്ന ന്യൂറോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കൾച്ചറൽ ബൗണ്ടേജസ് നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ഥലമില്ല, അല്ലെങ്കിൽ സമയമില്ല, പലപ്പോഴും നമ്മളത് ചെയ്യില്ല. ഇത് സ്ഥിരമായി ബലമായും പ്രവർത്തിപ്പിക്കുന്നതും രോഗത്തെ ഉണ്ടാക്കും എന്നാണ് ആയുർവേദം വിശ്വസിക്കുന്നത്. ചെറിയ രോഗങ്ങളാവണം എന്ന് പോലുമില്ല. പനി, ക്ഷീണം, കണ്ണിനുള്ള ബുദ്ധിമുട്ട് മുതൽ ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ടോയ്ലറ്റ് ഹാബിറ്റ്, ബവൽ ഹാബിറ്റ്സ് കൃത്യമായി പാലിക്കണം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ അർജസിനും ഇതേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് നമ്മളൊരു ബോഡി മെക്കാനിസത്തിന് റിവേഴ്സ് ആക്കുന്നതാണ്. ബോഡി ശരീരത്തിന് ഇത് പുറന്തള്ളേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് അതങ്ങനെ പ്രകടിപ്പിക്കുക. അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഒരുപക്ഷെ അത് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം നമുക്ക്. അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ് നമ്മളും കരുതും. യഥാർത്ഥത്തിൽ ആരോഗ്യത്തിനെ വളരെയധികം അത് ബാധിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഗ്യാസ് ട്രബിൾ എന്ന് പറയും. ടോയ്ലറ്റ് ഹാബിറ്റ്സ് നോർമൽ ആവുകയാണെങ്കിൽ തന്നെ പകുതിയിലേറെ പ്രശ്നങ്ങൾ വരും. ഇതുപോലെ മാനസിക വേഗങ്ങളെന്ന് പറയും. അത് നെഗറ്റീവ് ഇമോഷൻസാണ്. ലോഭം, ദ്വേഷം, മാത്സര്യം, ഇതും മനുഷ്യസഹജമായ കാര്യങ്ങളാണ്. ഇത് പക്ഷേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വളരെ താല്പര്യമാണ്. ഇത് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുക. പാടില്ലെന്ന് പറയുമ്പം അവയെ സഫോക്കേറ്റ് ചെയ്യണം എന്നല്ല, ചാനലൈസ് ചെയ്യണം. കാരണം ഈ ശാരീരിക വേഗങ്ങൾ നമ്മൾ തടയുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിക്കാണ് ദോഷം. മാനസിക വേഗങ്ങളാണെങ്കിലോ സമൂഹത്തിന് മുഴുവനായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇത് നമ്മളുടെ ഹെൽത്ത് സിനാരിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പല പ്രാവശ്യം ഏറ്റവും അധികം സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, പെൺകുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്യൂ വരുന്ന ഒന്നാണ് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ടോയ്ലറ്റ് പോകത്തില്ല. കാരണം രാവിലെ പോയാൽ മിക്കവാറും ടോയ്ലറ്റിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. യൂറിനറി കാൽക്കുലേ, സ്റ്റോൺ വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് യൂറിനറി ഇൻഫെക്ഷന് ശേഷം ഭാവിയിൽ സ്റ്റോൺ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല. അപ്പോൾ തന്നെ ഹൃദയാഘാതങ്ങളും ഒരുപാട് കൂടിയിട്ടുണ്ട്. ഫുഡ് ഇൻടേക്ക് മാത്രമല്ല, ഹെറിറ്ററി മാത്രമല്ല, ഈ ഒരു ഫാക്ടറും റിസ്ക് ഫാക്ടർ തന്നെയാണ്. അതും കൂടെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫീമെയിൽസിന് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് പബ്ലിക് സ്പേസസിൽ. എനിക്ക് തോന്നുന്നു അത് വളരെ ഒരു ഇന്നോവേറ്റീവ് കാര്യമാണ്. കാരണം നമ്മൾ പിന്നെ പുറത്തു പോയാൽ സേഫായൊരു സ്ഥലത്ത്
നമുക്ക് നമ്മൾ ബേസിക് നെസസിറ്റീസിന് പറ്റാത്തൊരവസ്ഥ. ഏറ്റവും അധികം അത് സഫർ ചെയ്തത് സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ആയുർവേദത്തിലെ ഈ ദിനചര്യ ഋതുചര്യ ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാത്തത്? അത് ഇതൊരു ഡൈനമിക് പ്രോപ്പർട്ടിയാണ്, ഒരു ഡൈനമിക് ഫിലോസഫിയാണെന്ന് വേണമെങ്കിലും പറയാം. ഇതിനൊരു കോമൺ പ്ലാറ്റ്ഫോമാണുള്ളത്. അപ്പോൾ ദിനചര്യകൾ സ്റ്റാൻഡർഡൈസ്ഡ് ആണ് യഥാർത്ഥത്തിൽ. സ്റ്റാൻഡർഡൈസ് ആകുമ്പോൾ പോലും വ്യക്തി അധിഷ്ഠിതമായി ഇതിന് മാറ്റം വരുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ട്രാഫിക് പോലീസ് വർക്ക് ചെയ്യുന്ന അദ്ദേഹം പാലിക്കേണ്ട ദിനചര്യകളുണ്ടാവും. അതായിരിക്കത്തില്ല ഒരു IT പ്രൊഫഷണലിന് ചെയ്യേണ്ടത്. ഇത് രണ്ടാണ്. പക്ഷെ ജനറലായിട്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. സ്റ്റാൻഡർഡൈസേഷൻ ഇപ്പോൾ വന്നു തുടങ്ങിയൊരു കോൺസെപ്റ്റാണ്. ഋതു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം 6 ഋതുക്കളാണ് പറയുന്നത്. ഈ 6 ഋതുക്കൾ നമുക്ക് കേരളത്തിൽ 6 ഋതു ഇല്ല. ഋതു ഇഷ്ടം ഇപ്പോൾ ഒരുപാട് മാറ്റവും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് ഗ്രീഷ്മത്തിൻ്റെ അതികാഠിന്യമായ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് വളരെ ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുക, ചൂടുള്ള ആഹാരം, എരി പുളി ഒക്കെ പൂർണ്ണമായി ഒഴിവാക്കുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാത്ത രീതിയിലുള്ള ഫുഡ് വേണം കഴിക്കുക. വെച്ചാൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, സെമി സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റ് കൂടുതൽ കഴിക്കുക. കുറച്ച് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂട്ടാൻ പറ്റണം. അതുകൊണ്ടാണ് നമുക്ക് ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് ആണ് ആയുർവേദത്തിൽ, അത് വളരെയധികം നിഷ്കർഷിക്കുന്നുണ്ട് മാത്രം. അപ്പം നമ്മളുടെ ഒരു പുതിയൊരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കോസ്മെറ്റിക് സെൻസിൽ വി ഹാവ് റെവല്യൂഷനൈസ്ഡ് എവറിത്തിങ്. പക്ഷേ നമ്മളുടെ ചപ്പൽ മുതൽ നമ്മൾ തലയിലെ ക്ലിപ്പ് വരെ എക്കോ ഫ്രണ്ട്ലി ആണോ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആണോ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പം നമ്മളെ വീടായാലും നമുക്ക് ഏറ്റവും അധികം ഈ ചൂട് ഇത്രയും കാഠിന്യം തോന്നാൻ കാരണം വൺ ഓഫ് ദ റീസൺ ഇസ് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം തന്നെ ക്ലൈമറ്റ് ഫ്രണ്ട്ലിയും എക്കോ ഫ്രണ്ട്ലിയും അല്ല. നമ്മൾ ഒരുപാട് അങ്ങ് റിഫൈൻഡായി. ഞാൻ പഴയ കാലത്തേക്ക് പോകണം എന്ന് പറയുന്ന ആളല്ല, എന്നാലും നമ്മളെ ശരീരത്തിന് പറ്റിയ രീതിയിലുള്ള വസ്ത്രവും ഗൃഹനിർമ്മാണവും ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ചൂടിനെയും വെയിലിനെയും കാറ്റിനെയും ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള ഇത് കിട്ടും. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ കോട്ടൺ ഡ്രസ്സാണ് ചൂട് കാലത്ത് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ദേശങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ അല്ല ധരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ ഫുഡ് ആക്ച്വലി പറയാത്ത സമയമാണിത്. വൈൻ, ആൽക്കഹോൾ ബെവറേജസ് ഒന്നും തന്നെ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് കഴിക്കാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്കിത് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. ആയുർവേദത്തിലെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.